ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LTI സിസ്റ്റത്തിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി ആണ്. ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ LTI സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിരുന്നു. അതിൽ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം കണ്ടിരുന്നു, അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം LTI സിസ്റ്റം കണ്ടിരുന്നു. അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസും നമ്മൾ കണ്ടു. സോ ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി എന്നുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഫസ്റ്റ് സ്റ്റെബിലിറ്റി ഓഫ് ആൻ LTI സിസ്റ്റം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കണ്ടിരുന്നു, ഒരു സിസ്റ്റം ഒരു LTI സിസ്റ്റം ആണെങ്കിൽ ആ LTI സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത് h(t) അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് എന്നുള്ള ടേമിലാണ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് x(t) എന്നും അതുപോലെ ഔട്ട്പുട്ട് നമുക്ക് y(t) എന്നുമായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. y(t) എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? x(t) ദാറ്റ് ഈസ് എ ഇൻപുട്ട് കൺവല്യൂട്ടഡ് ബൈ h(t). ഇങ്ങനെയായിരുന്നു നമ്മൾ കൺവല്യൂഷൻ പഠിച്ചപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടിരുന്നത്. സോ ഇതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്നിട്ടുള്ള h(t) ദാറ്റ് ഈസ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്ന വാല്യൂ ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ LTI സിസ്റ്റം സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ പറയും. ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ എന്ന് പറയുന്നത് നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ കേട്ടിട്ടുണ്ട്. ആ ടേമിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട്. തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ ആയിരിക്കും. മാത്തമാറ്റിക്കലി വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ആസ് -∞ to ∞ മോഡുലസ് ഓഫ് h(t) dt എന്ന് പറയുന്ന വാല്യൂ മസ്റ്റ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ ഒരു എക്സ്പ്രഷൻ ആണ് നമ്മളുടെ സ്റ്റേബിൾ LTI സിസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ. സോ ഞാൻ പറഞ്ഞിരുന്നു, ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ എന്ന് പറയുന്ന ടേം നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. അത് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനർജി സിഗ്നൽ പഠിച്ചിരുന്ന സമയത്താണ് ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടിരുന്നത്. സോ അതിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട്, ഒരു എനർജി സിഗ്നൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി ഇൻറ്റഗ്രബിൾ സിഗ്നൽ. സോ നമുക്ക് എന്ത് പറയാം? തന്നിരിക്കുന്ന h(t) എന്ന് പറയുന്ന സിഗ്നൽ ഒരു എനർജി സിഗ്നൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് LTI സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? LTI സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കുന്നത്. സോ തന്നിരിക്കുന്ന ഒരു സിഗ്നൽ എനർജി സിഗ്നൽ ആണോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമുക്കതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ലെറ്റ് us take an example, that is h(t) that is impulse response is equal to e⁻²t u(t) എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം, e⁻²t എന്നുള്ള ടേം ആണ് വരുന്നത്. നമ്മൾ എക്സ്പൊണൻഷ്യൽ സിഗ്നൽ പഠിച്ചിരുന്നു. സോ എക്സ്പൊണൻഷ്യൽ സിഗ്നലിൽ e⁻²t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഒരു ഡീക്കേയിങ് സിഗ്നലാണ്. സോ വാല്യൂ ഡീക്കേ ചെയ്തു പോകുന്ന ഒരു സിഗ്നലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ u(t) എന്ന് പറയുന്ന ഒരു ടേം ഉള്ളതിൻ്റെ മീനിങ് എന്താണ്? ദാറ്റ് മീൻസ് നെഗറ്റീവ് പാർട്ടെല്ലാം നമുക്ക് 0 ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. സോ ഓൺലി ഫ്രം 0 to +∞ there will be 1, in other terms it will be 0. സോ നമ്മൾ എനർജി സിഗ്നലിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഒരു ഡീക്കേയിങ് സിഗ്നൽ ആണെങ്കിൽ, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇഫ് ഇറ്റ് ഈസ് എ കൺവെർജിങ് സിഗ്നൽ then it is an എനർജി സിഗ്നൽ. ഒരു സിഗ്നൽ കൺവേർജ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരു എനർജി സിഗ്നലായിട്ട് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ഒരു സിഗ്നൽ ഒരു എനർജി സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? -∞ to ∞ മോഡുലസ് ഓഫ് h(t) dt which is also equal to എന്താണ്? -∞ to ∞ h(t) എന്ന് പറയുന്നതിന് പകരം e⁻²t u(t). ഇതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൾവേസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഷനിലേക്ക് വരാം? ദ ഗിവൺ LTI സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. ഓക്കെ, സോ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിയാലോ. സോ ദാറ്റ് ഈസ് h(t) is equal to u(t) u(t)-2. സോ ഈ ഒരു സിഗ്നൽ നമുക്ക് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. u(t) എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിൽ 0യും പോസിറ്റീവ് സൈഡിൽ 1 ആയിരിക്കും. -u(t - 2) എന്ന് പറയുന്നത്
തിരിച്ചിട്ടായിരിക്കും 2 പോയിന്റ്സിലേക്ക് മാറിയിട്ടാണ്. സോ നമുക്ക് ഫൈനൽ കിട്ടുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കും? ദിസ് ഇസ് 0, ദിസ് ഇസ് 2. സോ ഈ ഒരു സിഗ്നൽ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ ഈ ഒരു സിഗ്നൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ദിസ് ഇസ് എൻ എനർജി സിഗ്നൽ. ഓക്കെ, നമുക്ക് ഈ ലിമിറ്റ് 0 to 2 ലിമിറ്റിലുള്ള വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി എന്താണ് കിട്ടുക? ഒരു ഫൈനൈറ്റ് വാല്യൂ ആണ് കിട്ടുക. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 2 എന്നുള്ള വാല്യൂ ആണ് നമുക്കവിടെ കിട്ടുക. ദാറ്റ് ഈസ് എ ഫൈനൈറ്റ് വാല്യൂ. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കൺക്ലൂഷൻ എത്താം? ദ ഗിവൺ LTI സിസ്റ്റം ഈസ് എ സ്റ്റേബിൾ സിസ്റ്റം. അതേ സമയത്ത് നമ്മൾ മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, സപ്പോസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: h of t ഈസ് ഈക്വൽ ടു സൈൻ ടി എന്ന് പറയുന്ന സിഗ്നൽ ആണെന്ന് വിചാരിക്കുക. സൈൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൈൻ ടിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പോസിറ്റീവിലും നെഗറ്റീവിലേക്കും നമുക്കിങ്ങനെ -∞ to ∞ വരെ പോകുന്ന ഒരു സിഗ്നലാണ് സൈൻ ടി എന്ന് പറയുന്നത്. സോ എനർജി സിഗ്നൽ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു, സിൻസ് ഇറ്റ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ, ദ സിഗ്നൽ ഈസ് നോട്ട് ആൻ എനർജി സിഗ്നൽ, ഇറ്റ് ഈസ് എ പവർ സിഗ്നൽ ആണ്. സോ ഇതൊരു എനർജി സിഗ്നൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൺക്ലൂഷനിലേക്ക് ദിസ് ഇസ് നോട്ട് എ സ്റ്റേബിൾ സിസ്റ്റം. സോ ഇതുപോലെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു LTI സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ കോസാലിറ്റി ആണ് നോക്കുന്നത്. കോസാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ നമ്മളുടെ സിസ്റ്റം കോസൽ ആണോ നോൺ കോസൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത് എങ്ങനെയായിരുന്നു? വെൻ ദാറ്റ് സിസ്റ്റം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്യൂച്ചർ വാല്യൂസ് ഓഫ് ദ ഇൻപുട്ട്. തന്നിരിക്കുന്ന സിസ്റ്റം ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഫ്യൂച്ചർ വാല്യൂസ് ആണെങ്കിൽ നമുക്ക് ആ സിസ്റ്റത്തിനെ കോസൽ എന്ന് വിളിക്കാം. അതേ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മൾ ഇവിടെയും കൺസിഡർ ചെയ്യുന്നത്. സോ LTI സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഒരു LTI സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? h of t ഇമ്പൾസ് റെസ്പോൺസ് വെച്ചിട്ടാണ്. അതിലേക്ക് നമ്മൾ ഇൻപുട്ട് x of t കൊടുക്കുകയാണ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദ ഔട്ട്പുട്ട് y of t. ഈ y of tയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. -∞ to ∞ h of tau into x of t minus tau d tau. സോ ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ കഴിഞ്ഞ ലെക്ചർ വരെ എക്സ്പ്രഷൻ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു? -∞ to ∞ x of tau into h of t minus tau d tau ഇങ്ങനെയായിരുന്നു നമ്മൾ എക്സ്പ്രഷൻ എഴുതിയിരുന്നത്. പക്ഷെ ഞാൻ ഇവിടെ എഴുതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവിടെ h of t എന്ന് പറയുന്നതിന് ഞാൻ ഷിഫ്റ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം ഇൻപുട്ട് ആയിട്ടുള്ള x of t-യിലാണ് ഞാൻ ഷിഫ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത്. സോ ഈ രണ്ട് എക്സ്പ്രഷനും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ആർ സെയിം. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവല്യൂഷനിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് h of t ഇമ്പൾസ് റെസ്പോൺസിലും കൊടുക്കാം, x of t ഇൻപുട്ടിനകത്തും നമുക്ക് കൊടുക്കാം. സോ ഈ രണ്ട് ഇക്വേഷൻ ഈസ് സെയിം ബേസ്ഡ് ഓൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ കൺവല്യൂഷൻ ഇന്റഗ്രൽ. ഇനി നമുക്ക് നോക്കാം, ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ ഇക്വേഷനിൽ നമ്മൾ നോക്കിയാൽ കാണാൻ ലിമിറ്റ് -∞ to ∞ ആണ് നമുക്ക് വരുന്നത്. നമുക്കൊരു കേസ് ഇവിടെ എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ടൗ എന്ന് പറയുന്ന വാല്യൂ ഈസ് ലെസ് ദാൻ 0 എന്നുള്ള ഒരു കണ്ടീഷൻ നമുക്ക് നോക്കാം. സോ ദാറ്റ് മീൻസ് ടൗവിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ടൗ ഈസ് ഈക്വൽ ടു -1 എന്നുള്ള കണ്ടീഷൻ നമുക്ക് നോക്കാം. ടൗ -1 ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് y of t എന്ന് പറയുന്നത് എന്തായിരിക്കും? -∞ to ∞ h of -1 into x of t മൈനസ് ഓഫ് -1 ആണ് നമുക്കവിടെ കിട്ടുക. ദാറ്റ് മീൻസ് x of t plus 1 ആണ് അവിടെ കിട്ടുന്നത്. ഫോർ ദ പ്രസന്റ് വാല്യൂ y of t, x of t plus 1 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫ്യൂച്ചർ വാല്യൂ. ഫ്യൂച്ചർ വാല്യൂ ആണെങ്കിൽ നമ്മളുടെ സിസ്റ്റം എന്താവും? ഒരു നോൺ കോസൽ സിസ്റ്റം ആയിട്ട് മാറും. സോ വെനെവർ ടൗ വാല്യൂ ഈസ് എ നെഗറ്റീവ് വാല്യൂ, ദ സിസ്റ്റം വിൽ ബിക്കം നോൺ കോസൽ സിസ്റ്റം. സോ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഒരു LTI സിസ്റ്റം കോസൽ സിസ്റ്റം ആകണമെങ്കിൽ എന്തായിരിക്കണം? വെൻ ടൗ ഈസ് ലെസ് ദാൻ 0, ദ y of t എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഈ y of t എന്ന് പറയുന്ന വാല്യൂ 0 ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സോ നമുക്ക് ആ എക്സ്പ്രഷൻ ഒന്നുകൂടെ എഴുതാം. y of t is equal to -∞ to ∞ h of tau into x of
ടി മൈനസ് ടൗ ഡി ടൗ. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ y ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട് 0 ആകണമെങ്കിൽ നമുക്ക് എന്താണ് വരിക? ഒന്നുകിൽ h ഓഫ് ടി എന്ന് പറയുന്ന വാല്യൂ 0 ആവണം, അല്ലെങ്കിൽ x ഓഫ് ടി മൈനസ് എന്ന് പറയുന്ന വാല്യൂ 0 ആവണം. ഒരിക്കലും ഇൻപുട്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആകില്ല. സോ ദാറ്റ് മീൻസ് ഓൺലി ദ പോസിബിലിറ്റി എന്താണ്? ഈ വാല്യൂ h ഓഫ് ടൗ എന്ന് പറയുന്ന വാല്യൂ 0 ആകാനാണ് ഉള്ള പോസിബിലിറ്റി. സോ ഒരു LTI സിസ്റ്റം കോസൽ ആകണമെങ്കിൽ ഫോർ ടൗ ലെസ് ദാൻ 0 h ഓഫ് ടൗ മസ്റ്റ് ബി ഈക്വൽ ടു 0. സോ നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നു ടൗ എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെമ്പററി വേരിയബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് എങ്ങനെ എഴുതാം? h ഓഫ് ടി എന്ന് എഴുതാം. h ഓഫ് ടി ഈസ് ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷനിലേക്ക് എഴുതാം. എല്ലാം കൂടെ പറഞ്ഞു വന്നത് എന്താണ്? ഒരു LTI സിസ്റ്റം കോസൽ സിസ്റ്റം ആകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. y ഓഫ് ടി ഈസ് ഈക്വൽ ടു, നമ്മൾ ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റീവ് ആയിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ നമുക്കറിയാം നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിൽ എന്താണ്? അത് നോൺ കോസൽ സിസ്റ്റം ആയി പോകും. അതുകൊണ്ട് നമ്മുടെ ലിമിറ്റ് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 0 ടു ഇൻഫിനിറ്റീവ് എന്ന് എഴുതാം. ആൻഡ് h ഓഫ് ടൗ ഇൻറ്റു x ഓഫ് ടി മൈനസ് ടൗ ഡി ടൗ എന്ന് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. ഇറ്റ്സ് എ എക്സ്പ്രഷൻ ഫോർ എ കോസൽ സിസ്റ്റം. ഒരു LTI സിസ്റ്റം കോസൽ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? അതിൻ്റെ ലിമിറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് ലിമിറ്റ്. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ, ടിയുടെ വാല്യൂ നെഗറ്റീവ് വാല്യൂസിലേക്ക് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ നോൺ കോസൽ സിസ്റ്റം. സോ അതാണ് നമ്മളുടെ LTI സിസ്റ്റത്തിൻ്റെ കോസാലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. സോ ഇതിൻ്റെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ദാറ്റ് ഈസ്, പ്രോബ്ലം എങ്ങനെയാണ്? തന്നിരിക്കുന്ന ഒരു സിഗ്നൽ, ഒരു ഫിഗറാണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും ഒരു ഡീക്കേയിങ് സിഗ്നലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ h ഓഫ് ടി. സോ ഈ ഒരു h ഓഫ് ടി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. കോസാലിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു ഓൾവേസ് h ഓഫ് ടി നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. ഇവിടുത്തെ കേസിൽ എന്താണ്? നെഗറ്റീവ് സൈഡ് 0 അല്ല. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ സിസ്റ്റം ഈസ് നോൺ കോസൽ സിസ്റ്റം. സോ അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. h ഓഫ് ടി ഇസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ടി പ്ലസ് 1 ഇൻറ്റു യു ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലാണ്. സോ ഈ ഒരു സിഗ്നൽ നമ്മൾ നോക്കിയാൽ കാണാം ഇവിടെ യു ഓഫ് ടി എന്ന് പറയുന്ന ടേം ഉണ്ട്. യു ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇറ്റ്സ് എ സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. സ്റ്റെപ്പ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് 0യും പോസിറ്റീവ് സൈഡ് 1ഉം ആയിരിക്കും. സോ ഈ യു ഓഫ് ടി കൊണ്ട് നമ്മളുടെ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നെഗറ്റീവ് സൈഡ് കംപ്ലീറ്റ് 0 ആയി പോകും. സോ ഇതിനകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് മനസ്സിലാക്കാം? h ഓഫ് ടീനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വിച്ച് വിൽ ബി ഈക്വൽ ടു 0 ഫോർ t less than 0 and e raised to minus t plus 1 for t greater than or equal to 0. സോ ഇതിൻ്റെ കേസിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആണ്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ദ ഗിവൺ LTI സിസ്റ്റം ഈസ് എ കോസൽ സിസ്റ്റം. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് LTI സിസ്റ്റം കോസൽ ആണോ നോൺ കോസൽ ആണോ എന്ന് കണ്ടുപിടിക്കാം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.